ചോദ്യം വായിക്കുക. ഒരാൾ 75 km/മണിക്കൂർ വേഗതയിൽ വണ്ടി ഓടിക്കുന്നു എങ്കിൽ 50 മിനിറ്റിൽ അയാൾ സഞ്ചരിച്ച ദൂരം എത്ര? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയിട്ടേ. ആദ്യം വേഗത പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ സ്പീഡ് അഥവാ വേഗത എത്രയാണ്? 75 km/മണിക്കൂർ. സമയവും പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? അപ്പം ടൈം 50 മിനിറ്റ്. ഇവിടെ മണിക്കൂറിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ എന്തിലാണ്? മിനിറ്റിലാണ്. അപ്പം നമുക്ക് ഈ മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റണം. 50 മിനിറ്റിൻ്റെ മണിക്കൂറാക്കാൻ എന്ത് ചെയ്യണം? ബൈ 60. 50/60 മണിക്കൂർ. ഇവിടെ മണിക്കൂറിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇയാളെ മണിക്കൂറിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി എന്താണ്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? സ്പീഡും ടൈമും കൂടെ ഗുണിച്ചാൽ മതി. എന്ത് കിട്ടും? ഡിസ്റ്റൻസ് അല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇക്വേഷൻ. സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? വേഗതയെ സമയം കൊണ്ട് ഗുണിച്ചാൽ ദൂരം കിട്ടും. പറ, വേഗത 75 ആണ്. ടൈം എത്രയാണ്? 50/60 ആണ്. നമുക്ക് വെട്ടി ചെറുതാക്കിയാൽ മാത്രം മതി. 0 0 വെട്ടി 6 വെട്ടാം. നമുക്ക് 3ൻ്റെ പട്ടികയിൽ 2 തവണ ഇവിടെ വെട്ടാം. 75ൽ 3ൻ്റെ പട്ടികയാണ്. 7ൽ 2 തവണ ശിഷ്ടം 1. അപ്പം 25. 25 5 കൂടെ കുടിക്കുമ്പോൾ എത്ര കിട്ടാം? 125 കിട്ടാം. ബൈ 2 ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. 125നെ 2 കൊണ്ട് 12. 12ൽ എത്ര പ്രാവശ്യമുണ്ട്? 6 തവണയുണ്ട്. 5ൽ എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. ശിഷ്ടം 1. ആ 1ൻ്റെ പകുതി എത്രയാ? 0.5. അങ്ങനെ 62.5 കിലോമീറ്റർ എന്ന ആൻസർ. നമ്മുടെ ബി ആണ് ആൻസർ. ആൻസർ ബി ആണ് നമ്മുടെ ഉത്തരം.